പേച്ചിപ്പാറ വനഭൂമിയിൽ സെറ്റിൽമെന്റിൽ കഴിയുന്ന ജനങ്ങൾ ദുരിതത്തിലാണ്. ആശുപത്രി ആവശ്യങ്ങൾക്ക് 30 കിലോമീറ്റർ അകലെ കുലശേഖരത്തുള്ള ആശുപത്രിയെയാണ് ഇവർ ആശ്രയിക്കുന്നത്. വനത്തിൽ നിന്ന് ചെറു ബോട്ടുകളിലാണ് ആദിവാസി ജനവിഭാഗം പേച്ചിപ്പാറയിലേക്ക് വരുന്നത്. ഗർഭിണികൾ ബോട്ടിൽ പ്രസവിക്കുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ പറയും. കന്യാകുമാരി ജില്ലയിലെ പേച്ചിപ്പാറ വനഭൂമിയിലായി 48 സെറ്റിൽമെന്റിൽ കഴിയുന്ന ആദിവാസി ജനത നേരിടുന്നത് ഒന്നും രണ്ടും പ്രശ്നങ്ങളല്ല. കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്കൂളോ ഒരു പനി വന്നാൽ ഓടിച്ചെല്ലാൻ ഒരു ആശുപത്രിയോ ഇല്ലാതെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളാണ് പൊന്മന, കളിയൽ, പേച്ചിപ്പാറ എന്നീ 3 പഞ്ചായത്തുകളിലായി കഴിയുന്നത്. മോതിരമല, കുറുത്തറ, മള്ളിക്കാട്, മാങ്ങാമല, ഉടമ്പറ്റ, തച്ചമല, കളപ്പാറ, ഇങ്ങനെ നിറയെ ഊര്, തോട്ടാമല, മാറാമല, ഇതെല്ലാത്തിനും ബോട്ടാണ്. പോകാനും വരാനും എല്ലാത്തിനും. അത് സ്കൂൾ പിള്ളേർക്ക് വരെ ബോട്ട്. ശക്തമായ കാറ്റിലും പേമാരിയിലും വെയിലത്തും ഡാമിന് കുറുകെ ചെറുബോട്ടുകളിലാണ് ഇവിടെയുള്ളവർ യാത്ര ചെയ്യുന്നത്. സെറ്റിൽമെന്റുകളിൽ നിന്നും പേച്ചിപ്പാറയിലെത്താൻ 20 മിനിറ്റ് സമയം വേണം. അത്യാസന്ന നിലയിലുള്ള രോഗികളിൽ പലരും വഴിമധ്യേ മരിച്ചുപോയ സന്ദർഭങ്ങളും ഉണ്ട്. ഗർഭിണികളായ നിരവധി സ്ത്രീകൾ ആശുപത്രിയിലെത്തുന്നതിന് മുൻപ് ബോട്ടിൽ പ്രസവിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. രോഗികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് സുഖമില്ലാതെ എല്ലാം വരുമ്പോൾ ചിലത് വഴിയിൽ വെച്ച് തന്നെ ഇത് മരിച്ചിട്ടുണ്ട്. ചില അവസരങ്ങളെല്ലാം എൻ്റെ ബോട്ടിലെല്ലാം ഒരു 3 പ്രസവമെല്ലാം ബോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടിക്ക് വിളിച്ചാൽ അവിടെ 108 വരുന്ന ഇടയിൽ കൂടി ഒന്നും നടക്കില്ല. ഇത് സാട്ടാ നമ്മൾ ഇവിടെ കൊണ്ടു കുമ്പുകുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ അവിടെ 108 വണ്ടിയെല്ലാം നിൽക്കും. ആകെയുള്ള ജീവനോപാധി കൃഷിയാണ്. എന്നാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തെ തുടർന്ന് വ്യാപകമായി കൃഷി നശിച്ചതോടെ ജീവിക്കാൻ കഴിയാതായെന്നാണ് സെറ്റിൽമെന്റിലെ ജനങ്ങൾ പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിനാലെ ഭയങ്കര ശല്യമാണ്. ആന, മ്ലാവ്, പന്നി, കുരങ്ങ് ഇതെല്ലാം ഭയങ്കര ശല്യമാണ്. പേച്ചിപ്പാറ, പൊന്മന, കളിയിലടക്കം 3 പഞ്ചായത്തുകളിലായി ഉൾവനത്തിൽ 48 സെറ്റിൽമെന്റുകളാണുള്ളത്. എന്നാൽ ഈ ഊരിൽ ഒരു ആശുപത്രിയോ സ്കൂളോ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളെ ഏറെ ദുരിതത്തിലാഴ്ത്തിയത്. സ്ഥലം MLA മന്ത്രിയുമായ മനോജ് തങ്കരാജിന്റെ കാരുണ്യം കാത്താണ് ഊരിലെ മക്കൾ ഇന്ന് കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.